നമസ്കാരം. ഇന്നലെ കേരളത്തിൻ്റെ സംസ്ഥാന ബഡ്ജറ്റ് കേട്ടപ്പോൾ ഭയങ്കര ഒരു സമ്പന്നമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കേരളത്തിൻ്റെ കടം 4.9 ലക്ഷം കോടി രൂപ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത്രയും കടമുള്ളൊരു സംസ്ഥാനം എങ്ങനെയാണ് ഇത്രയും ചെലവുകൾ കൊണ്ടുവരുന്നത്? നമുക്കിനി കുറച്ച് കണക്കുകളിലോട്ട് പോവാം. ഈ വർഷം സർക്കാർ പറയുന്ന കണക്കുകൾ പ്രകാരം നമ്മളെ വരുമാനം ഏകദേശം 1.83 കോടിയാണ്, 3 ലക്ഷം കോടി. ചെലവെന്ന് പറയുന്നത് ഏകദേശം 2.18 ലക്ഷം കോടി. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യുന്നു. ഒരു 35,000 കോടി രൂപ നമുക്ക് കൂടുതൽ ചിലവാകുകയാണ്. അതിൻ്റെ പേരാണ് റവന്യൂ ഡെഫിസിറ്റ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? നമ്മൾ ശമ്പളം കൊടുക്കാനും പെൻഷൻ നൽകാനും ക്ഷേമ പെൻഷൻ കൊടുക്കാനും എല്ലാത്തിനും കടം വാങ്ങിക്കുകയാണ്. ഈ കടം വാങ്ങിച്ച് ചെയ്യുന്നത് വികസനങ്ങളൊന്നുമല്ല, ദൈനംദിന കാര്യങ്ങൾക്ക് കടം വാങ്ങിക്കുകയാണ്. ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച കടത്തിൻ്റെ പലിശ തന്നെയാണ് ആയിരക്കണക്കിന് കോടികളാണ്. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ കടം വാങ്ങിക്കുന്ന ഭാവി നിർമ്മിക്കാനൊന്നുമല്ല. ഇനി നമ്മുടെ വരുമാനം എവിടെ നിന്നാണ്? നമ്മളെ വരുമാനം വരുന്നത് മെയിനായിട്ട് 3 സോഴ്സാണ്. GST വഴിയുള്ള വരുമാനം, പിന്നെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, പിന്നെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഈ 3 വരുമാനങ്ങളാണ്. ഇതിൽ GSTയുടെ വളർച്ചയെന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. വ്യവസായങ്ങൾ, പരിമിതമായിട്ടുള്ള വ്യവസായങ്ങൾ ഇവിടെയുള്ളൂ. പിന്നെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, അതെല്ലാം നഷ്ടത്തിലുമാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രധാന വരുമാനം എന്ന് പറയുന്നത് മദ്യമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം ഒരു മദ്യത്തിനെ ബേസ് ചെയ്തിരിക്കുന്നത് എത്ര, അതിനൊന്നും ചോദ്യമില്ല. ഓക്കെ, അപ്പോൾ ഇനി 35,000 കോടി രൂപയുടെ കണക്ക് വന്നു. ഈ കടം നമ്മൾ എങ്ങനെ വീട്ടും? വീണ്ടും കടം വാങ്ങിക്കുക, അത്ര തന്നെ. ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കാൻ വേണ്ടി അടുത്തൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക എന്നുള്ളത് പോലെയാണ് ഇവിടെ. ഇന്നത്തെ സാഹചര്യത്തിൽ 4.9 ലക്ഷം കോടി രൂപ കടക്കാരായ ഇന്ത്യയിൽ, മീൻസ് കേരളത്തിൽ, ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും വൃദ്ധന്മാരും എന്ത് പറയുന്നു, ഇന്നലെ ജനിച്ചുവിട കുട്ടികൾ വരെ 1,34,000 രൂപ കടത്തിലാണ്. ഇന്നലെ പ്രഖ്യാപിച്ച ബഡ്ജറ്റിലൂടെ അതിലൊരു 10,000 രൂപയും കൂടെ കയറി. അത്രയും കടവും കൂടെ നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന പരോപകാരങ്ങളും മറ്റേ ക്ഷേമ പെൻഷനുകളും കാര്യങ്ങളും എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ വരവ് അറിഞ്ഞിട്ട് വേണം ചെലവ് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ വരുന്ന തലമുറയെ നമ്മൾ കടക്കാരായിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഈ ചെലവുകൾക്ക് വില കൊടുക്കേണ്ടി വരുന്ന ആരായിരിക്കും? ഇന്നത്തെ വോട്ടർമാരാണോ നാളത്തെ യുവാക്കളാണോ? താങ്ക് യു.